ഹലോ, ഗുഡ് ഈവനിങ്. എല്ലാ പ്രേക്ഷകർക്കും ഈ വാർത്താ സായാഹ്നത്തിലേക്ക് സ്വാഗതം. മലയാള ടെലിവിഷനിലെ ഏറ്റവും വലിയ ജനകീയ വാർത്താ മണിക്കൂർ തുടങ്ങുകയാണ്. അടുത്ത ഒരു മണിക്കൂർ നേരം നമ്മൾ ഒന്നിച്ച യാത്ര ചെയ്യും. നമ്മൾ ഒരുമിച്ചുള്ള യാത്രയിൽ നിങ്ങളുടെ പ്രതികരണങ്ങൾ വേണം, നിങ്ങളുടെ ഇടപെടലുകൾ വേണം, നിങ്ങളുടെ സന്ദേശങ്ങൾ വേണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ വേണം. എല്ലാം കൂടി ഒന്നിച്ച് സംഗമിച്ച് നടത്തുന്ന ഒരു സായാഹ്ന യാത്രയാണ് ഈ പരിപാടി. നമ്മൾ തുടങ്ങുകയാണ്. പൊതുജനം കഴുതയല്ല സാർ. പൊതുജനം കഴുതയല്ല സാർ. വളരെ പെട്ടെന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർ, സ്ക്രീനിലേക്ക് നമ്മുടെ നമ്പർ തെളിയുന്നു. ഈ നമ്പറിലേക്കാണ് നിങ്ങൾ വിളിക്കേണ്ടത്. നിങ്ങൾക്ക് ദൃശ്യങ്ങൾ അയക്കാം, വാർത്തകൾ അയക്കാം. അതുകൂടാതെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സമയത്ത് എന്നോട് നേരിട്ട് സംസാരിക്കണമെന്ന് തോന്നിയാൽ നിങ്ങൾക്ക് ഇടപെടാൻ കഴിയും. അതിനൊരു ലാൻഡ് ലൈനും ഉണ്ട്. നമ്പർ സ്ക്രീനിലുണ്ട്. ഇപ്പോൾ 6235968937 നമ്പറിലേക്ക് നിങ്ങൾക്ക് ദൃശ്യങ്ങളും വാർത്തകളും അയക്കാം. അതേപോലെ ഒരു ലാൻഡ് ലൈൻ നമ്പറാണ്. ഈ ലാൻഡ് ലൈൻ നമ്പർ നമ്മുടെ പ്രൊഡക്ഷൻ കൺട്രോൾ റൂമിൻ്റെ നമ്പറാണ്. അതുവഴി നിങ്ങൾക്ക് എന്നോട് ബന്ധപ്പെടാം. 0484283510. ഈ സ്ക്രീനിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്താൽ സംഭവം എളുപ്പമാകും. അതേപോലെ നിങ്ങൾക്ക് യൂട്യൂബിൽ പോയിട്ട് നമ്മുടെ 24 ലോഗിൻ ചെയ്താൽ നിങ്ങൾക്ക് നമ്മുടെ ഈ ചാനലിൽ 24-ൽ നിങ്ങൾക്ക് നിങ്ങളുടെ ചാറ്റ് ബോക്സിൽ നിങ്ങളുടെ കമൻറ്റുകൾ ഇടാം. ആ കമൻറ്റുകളും ഈ പരിപാടിയുടെ ഭാഗമാകുന്നു. അപ്പോൾ പ്രതികരണങ്ങൾ, ഇടപെടലുകൾ, വിളികൾ ഒക്കെ ആയി അടുത്ത ഒരു മണിക്കൂർ നമ്മൾ ഒന്നിച്ച് യാത്ര ചെയ്ത് നമ്മൾ പൊളിക്കും. അപ്പോൾ നിങ്ങളുടെ വിളികളൊക്കെ ഞാൻ പ്രതീക്ഷിച്ചിട്ടാണ് നമ്മൾ കടക്കുന്നത്. ഇനി വാർത്തകളിലേക്കും സ്റ്റോറികളിലേക്കും കടക്കുകയാണ്. ഇന്നത്തെ പകലിൽ വന്ന ഏറ്റവും വലിയ വാർത്തയിലേക്കാണ് ഞാൻ ആദ്യം കടക്കുന്നത്. സർക്കാരിന് തലവേദനയായി വന്ന പുതിയ ബാർക്കോഴ വിവാദത്തിൽ പുറത്തു വന്ന രേഖകളാണ് ഇന്ന് വാർത്താ പകലിൽ അടക്കി വാണത്. മദ്യനയവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നിട്ടില്ല എന്നായിരുന്നു മന്ത്രി എം പി രാജേഷിൻ്റെ വാദം. എന്നാൽ അത് നുണയാണെന്ന് തെളിയിക്കുന്ന രേഖകൾ ഇന്ന് പുറത്തു വന്നു. കഴിഞ്ഞ ചൊവ്വാഴ്ച ടൂറിസം വകുപ്പ് വിളിച്ചു ചേർത്ത യോഗത്തിൻ്റെ രേഖകൾ 24 ലഭിച്ചു. നയമാറ്റത്തിനുള്ള നിർദ്ദേശങ്ങൾ ചർച്ച ചെയ്യുകയായിരുന്നു ഈ യോഗത്തിൻ്റെ പ്രധാനപ്പെട്ട അജണ്ട. എന്നാൽ മദ്യനയവുമായി ബന്ധപ്പെട്ട പ്രത്യേക യോഗമല്ല ചേർന്നതെന്നാണ് ടൂറിസം വകുപ്പിൻ്റെ ഇപ്പോഴത്തെ വിശദീകരണം. ബാർക്കോഴ ആരോപണത്തിൽ ഭരണ പ്രതിപക്ഷ വാക്പോരും ഇപ്പോഴും തുടരുകയാണ്. സർക്കാർ മദ്യനയത്തിന്റെ ആലോചനകളിലേക്ക് കടന്നിട്ടില്ല. പുതിയ ബാർക്കോഴ ആരോപണത്തിന് പിന്നാലെ മന്ത്രി എം പി രാജേഷ് നടത്തിയ പ്രതികരണമായിരുന്നു ഇത്. മദ്യനയത്തിൽ യാതൊരുവിധ ചർച്ച നടത്തിയിട്ടില്ലെന്ന് വകുപ്പ് മന്ത്രിയും സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ള CPM നേതാക്കളും ആവർത്തിച്ചു. എന്നാൽ മദ്യനയം അജണ്ടയാക്കി ചർച്ച നടന്നുവെന്നും യോഗം വിളിച്ചുവെന്നും ഈ രേഖകൾ അടിവരയിടുന്നു. മന്ത്രി എം പി രാജേഷിന്റെ പ്രതികരണത്തെ, വാദങ്ങളെ അടിമുടി തള്ളുന്നതാണ് ഇന്ന് പുറത്തു വന്ന തെളിവുകൾ. മെയ് 21-ന് ടൂറിസം ഡയറക്ടർ വിളിച്ച യോഗത്തിന്റെ വിവരങ്ങളാണ് ഈ കാണുന്നത്. യോഗ വിവരം അറിയിച്ച് യോഗത്തിന്റെ ഓൺലൈൻ ലിങ്കും ചേർത്ത് ടൂറിസം ഡെപ്യൂട്ടി ഡയറക്ടർ ഇമെയിൽ അയച്ചിരുന്നു. ബാർ ഉടമകൾ, ഹോം സ്റ്റേ ഉടമകൾ തുടങ്ങിയ ടൂറിസം രംഗവുമായി ബന്ധപ്പെട്ടവരാണ് നയമാറ്റത്തിനുള്ള നിർദ്ദേശങ്ങൾ നൽകാനുള്ള യോഗത്തിൽ പങ്കെടുത്തത്. യോഗത്തിന്റെ ഏക അജണ്ട മദ്യനയം മാറ്റം മാത്രമായിരുന്നു. ഡ്രൈ ഡേ ഒഴിവാക്കുന്നതും ബാറുകളുടെ പ്രവർത്തന സമയം കൂട്ടുന്നതും ഉൾപ്പെടെ ബാർ ഉടമകൾ യോഗത്തിൽ ആവശ്യമുന്നയിച്ചു. ആവശ്യങ്ങൾ പരിഗണിക്കാമെന്ന് യോഗത്തിൽ ഉദ്യോഗസ്ഥർ മറുപടിയും നൽകി. യോഗത്തിന് 2 ദിവസം കഴിഞ്ഞാണ് കൊച്ചിയിൽ ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽ അസോസിയേഷന്റെ വിവാദ എക്സിക്യൂട്ടീവ് മീറ്റിംഗ് നടന്നത്. ഇതോടെ വീണ്ടും സർക്കാർ പ്രതിരോധത്തിലായി. മദ്യനയത്തിൽ സർക്കാരിന് പലതും ഒളിപ്പിക്കാനുണ്ടെന്ന് പ്രതിപക്ഷം വീണ്ടും ആരോപിച്ചു. ഒന്ന് പിന്നോട്ടാഞ്ഞ പ്രതിപക്ഷത്തിന് വീണ് കിട്ടിയ അവസരമായി പുതിയ വിവരങ്ങൾ. വിഷയത്തിൽ മന്ത്രിമാരെ മാറ്റി നിർത്തി ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന ആവശ്യവുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇന്ന് രംഗത്തെത്തി. ഇത്രയും വലിയ 2 വകുപ്പുമായി ബന്ധപ്പെട്ട ഗുരുതരമായ ഒരു അഴിമതി ആരോപണം വന്നിട്ടും എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി മൗനം അവലംബിക്കുന്നത്? ഈ 2 മന്ത്രിമാരും രാജിവെച്ച് ഒരു ജുഡീഷ്യൽ അന്വേഷണം നടത്തണം എന്നാണ് UDFന്റെ ഡിമാൻഡ്. ആരോപണത്തിൽ നിയമസഭയ്ക്കകത്തും പുറത്തും UDF പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് പറഞ്ഞ K മുരളീധരൻ ബാറുടമ അനിമോന്റെ മലക്കം മറച്ചിലിൽ ദുരൂഹത വർദ്ധിപ്പിക്കുന്നുവെന്നും കുറ്റപ്പെടുത്തി. സംസ്ഥാന മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു തട്ടിപ്പ് അല്ലെങ്കിൽ ഒരു അഴിമതി, പണം വാങ്ങി നയം മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് നടക്കുമ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ കീഴിൽ തന്നെ പ്രവർത്തിക്കുന്ന ആഭ്യന്തര വകുപ്പ് അന്വേഷിച്ചാൽ എന്താവും എന്നുള്ള കാര്യം നമുക്ക് സാധാരണഗതിയിൽ ഊഹിക്കാം. മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ടുള്ള തട്ടിപ്പാണ് നടന്നതെന്നും എക്സൈസ് മന്ത്രിയുടെ വിദേശയാത്രയിൽ ദുരൂഹതയുണ്ടെന്നും കേന്ദ്രമന്ത്രി V മുരളീധരനും ആരോപിച്ചു. പനിമോനെ കൊണ്ട് ഈ സ്റ്റേറ്റ്മെന്റ് സർക്കാരിന്റെ ഏജന്റുമാർ തന്നെ എഴുതി തയ്യാറാക്കി ഇന്നലെ കൊടുത്താണെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഇന്നലത്തെ സ്റ്റേറ്റ്മെന്റോടുകൂടെ കുറെ കൂടെ ദുരൂഹത വർദ്ധിച്ചിരിക്കുക. അതുകൊണ്ട് ഒരു കാരണവശാലും ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച ചെയ്യാൻ പ്രതിപക്ഷം തയ്യാറല്ല. എന്നാൽ വിഷയത്തിൽ പ്രതിപക്ഷത്തിന് ആദ്യത്തെ ആവേശം ഇല്ലെന്നായിരുന്നു
മന്ത്രി പി രാജീവിന്റെ പരിഹാസം. അത് വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ, ഗവൺമെന്റ് വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ. അത് സംബന്ധിച്ചുള്ള ഒരു മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്, പാർട്ടി സെക്രട്ടറിയും അത് സംബന്ധിച്ച് വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. പ്രതിപക്ഷം എപ്പോഴും ആവശ്യപ്പെടുന്നതല്ലേ, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ആയത്തൊരു ആവേശം ഇപ്പൊ കാണുന്നില്ലല്ലോ. പുതിയ വഴിത്തിരിവ് രാഷ്ട്രീയ ചർച്ചയായതിനു പിന്നാലെ ടൂറിസം വകുപ്പ് വിശദീകരണവുമായി രംഗത്തെത്തി. യോഗം വിളിച്ചത് മദ്യനയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനല്ല എന്നാണ് ടൂറിസം വകുപ്പിന്റെ വിശദീകരണം. ടൂറിസം മേഖലയിലെ വിഷയങ്ങൾ പഠിക്കാൻ ഡയറക്ടർ തലത്തിൽ യോഗങ്ങൾ ചേരാറുണ്ട്. കേരള ട്രാവൽ മാർട്ട് സൊസൈറ്റിയും ഹൗസ് ബോട്ട് അസോസിയേഷനും അടക്കം 7 സംഘടനകൾ യോഗത്തിൽ പങ്കെടുത്തു. ടൂറിസം മന്ത്രിയുടെ നിർദ്ദേശപ്രകാരമല്ല യോഗം വിളിച്ചതെന്നും ടൂറിസം ഡയറക്ടർ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നു. ബാറുടമ അനിമോന്റെ ശബ്ദരേഖയിൽ സർക്കാർ നിർദ്ദേശപ്രകാരം എക്സൈസ് ഇന്റലിജൻസും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ടൂറിസം വകുപ്പിന്റെ ഈ വിശദീകരണം കൊണ്ട് മാത്രം കാര്യങ്ങൾ തീരില്ല. ചോദ്യങ്ങൾ പലതാണ്. മദ്യം പോലൊരു പ്രധാനപ്പെട്ട വിഷയത്തിൽ സർക്കാർ നയപരമായ ഒരു തീരുമാനമെടുക്കാനിരിക്കുമ്പോൾ ടൂറിസം മന്ത്രി അറിയാതെ എങ്ങനെ ഒരു യോഗം വിളിക്കാൻ കഴിയും? മദ്യനയത്തിൽ ചർച്ച നടത്തിയിട്ടില്ലെന്ന് എക്സൈസ് മന്ത്രിക്ക് എങ്ങനെ പറയാൻ കഴിയും? ഒന്നുറപ്പാണ്, വിഷയം നിയമസഭയ്ക്കകത്തും പുറത്തും കത്തിക്കയറും. ഷഫീദ് റാവുത്തർ, 24 തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. രാജീവിൻ്റെ ഒരു യൂട്യൂബ് സന്ദേശം അദ്ദേഹം പറയുന്നത്, ബാർക്കോഴ കാശുമായി എം പി രാജേഷ് യൂറോപ്പിലേക്ക് മുങ്ങി. അങ്ങനെയൊന്നും നമ്മൾ പറയാൻ പാടില്ല. മാത്രമല്ല, എം പി രാജേഷിനെ വെള്ളപൂശാൻ വേണ്ടിയല്ല ഞാൻ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ട്രാക്ക് റെക്കോർഡ് പരിശോധിക്കുമ്പോൾ ഒരു പൊളിറ്റിക്കൽ ഓണസ്റ്റിയുള്ള ഒരു പൊതുപ്രവർത്തകനായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടുള്ളത്. മൻഷാദ് ശ്രുതി പറയുന്നത്, ഹലോ എസ് കെ, സുഖം തന്നെയല്ലേ? ഇതുപോലെ സുഖമുള്ള നാളുകളിൽ നല്ല മഴ മാറുമ്പോൾ വലിയ ഇടി, എന്താ പറയുക. അപ്പോൾ ഈ സ്കൂൾ കുട്ടികളുടെ ഉച്ചഭക്ഷണത്തിൻ്റെ പൈസ അടിച്ചു മാറ്റിയ ഒരു വിരുദ്ധനെക്കുറിച്ചാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. കുട്ടികളുടെ ഉച്ചഭക്ഷണത്തിലുള്ള തുക അടിച്ചു മാറ്റിയ പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ ഒരു സെഷൻ ക്ലാർക്കിനെ സസ്പെൻഡ് ചെയ്തു എന്ന് വാർത്തയുണ്ട്. 35 ലക്ഷം രൂപയാണ് വയനാട്ടിലെ ദിലീപ് സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റിയത്. സ്കൂൾ കുട്ടികൾക്ക് ഉച്ചഭക്ഷണം കൊടുക്കാനുള്ള പൈസയായിരുന്നു. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറാണ് ഇദ്ദേഹത്തിനെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ടെലിഫോണിൽ എസ് ശ്യാംകുമാറുണ്ട്. ശ്യാം, പറയൂ. സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിക്ക് വേണ്ടി പൊതുവിദ്യാഭ്യാസ വകുപ്പ് അനുവദിച്ച പണമാണ് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഈ പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ സെഷൻ ക്ലർക്കായ ദിലീപ് സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റിയത്. ഈ അക്കൗണ്ടിലൂടെയാണ് ബാങ്കിലേക്കും സ്കൂളുകളിലേക്കും ഒക്കെ പണം പോയിക്കൊണ്ടിരുന്നത്. അവിടെ സ്വന്തം അക്കൗണ്ട് നമ്പർ നൽകി അക്കൗണ്ടിലേക്ക് പലതവണയായി പണം മാറ്റുകയായിരുന്നു. ഇത് നിരീക്ഷിക്കേണ്ട സെഷൻ സൂപ്രണ്ട് അടക്കമുള്ളവർ നിരീക്ഷിക്കാതിരുന്നതാണ് ഈ തട്ടിപ്പുകാരന് ഇത് എളുപ്പമാക്കിയത്. കഴിഞ്ഞ ദിവസമാണ് ഇത് പിടിക്കപ്പെട്ടത്. ഇതോടുകൂടി ഈ പണം അടിച്ചു മാറ്റിയെന്ന് ഇയാൾ സമ്മതിക്കുകയും ചെയ്തു. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ നിലവിൽ ഇയാളെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഡയറക്ടർ ഇയാൾക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് മ്യൂസിയം പോലീസിൽ നൽകിയ പരാതിയിൽ ഇതുവരെ കേസെടുത്തിട്ടില്ല. അത് സംഘടനാ തലത്തിലുള്ള ഇടപെടലാണ്. FIR ഇടാൻ വൈകുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും നിലവിൽ കുട്ടികളുടെ പൈസ അടിച്ചുകൊണ്ടുപോയ ആളെ പിടികൂടിയിട്ടുണ്ട്. പണം തിരികെ വാങ്ങുന്നതിനുള്ള നടപടികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. ശ്യാംകുമാറാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഗുജറാത്തിലെ രാജ്കോട്ടിൽ ഗെയിം സോണിൽ ഇന്നലെ ഉണ്ടായ തീപിടുത്തത്തിൽ 12 കുട്ടികൾ ഉൾപ്പെടെ 32 പേർക്കാണ് ജീവഹാനി ഉണ്ടായത്. ഗുജറാത്തിലെ രാജ്കോട്ടിലുണ്ടായ ദുരന്തം മനുഷ്യനിർമ്മിതമെന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ലൈസൻസ് ഇല്ലാതെയാണ് TRP എന്ന ഗെയിമിംഗ് സെൻറ്റർ ഇത്ര നാളും പ്രവർത്തിച്ചിരുന്നത്. ജനറേറ്ററിൽ നിറയ്ക്കാനായി വൻതോതിൽ പെട്രോളും ഡീസലും അവിടെ സംഭരിച്ചു വെച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ദുരന്തത്തിൻ്റെ വ്യാപ്തി കൂടി. രാജ്കോട്ടിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണ്? ദുരന്തമുഖത്ത് നിന്ന് 24ന്റെ പ്രതിനിധി ശ്രീനാഥ് ചന്ദ്രൻ നമ്മോട് സംസാരിക്കും അതിനെക്കുറിച്ച്. സൗരാഷ്ട്രയിലെ ഏറ്റവും വലിയ ഗെയിം സോണാണ് രാജ്കോട്ടിലെ TRP. 100 കണക്കിന് പേർ കുട്ടികളുമായി വിനോദത്തിനായി എത്തുന്ന ഇടം. 2021 മുതൽ സ്ഥാപനം ഇവിടെ പ്രവർത്തിക്കുന്നു. യാതൊരു അനുമതി രേഖകളുമില്ലാതെ. ഫയർ ആൻഡ് സേഫ്റ്റി NOCക്കായി അപേക്ഷിച്ചിട്ട് പോലുമില്ല. യാതൊരു അനുമതിയും നൽകിയില്ലെന്ന് കോർപ്പറേഷന് പറയുന്നു. എന്നാൽ ഇത്രയും കാലം ഇങ്ങനെ ഒരു സ്ഥാപനം എങ്ങനെ ഇവിടെ പ്രവർത്തിച്ചു എന്ന ചോദ്യത്തിന് മാത്രം പക്ഷേ മറുപടിയില്ല. സ്ഥാപനത്തിലെ ജനറേറ്ററിൽ ഒഴിക്കാനായി ഏതാണ്ട് 2000 ലിറ്ററിലേറെ ഡീസൽ സംഭരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഗോകാട്ടിംഗ് കാറുകളിൽ ഒഴിക്കാനായി 1500 ലിറ്ററിലേറെ പെട്രോളും ഇവിടെ ഉണ്ടായിരുന്നു. വലിയ തോതിൽ സംഭരിച്ചു വെച്ച ഇന്ധനമാണ് സ്ഥാപനത്തെ ആകെ ആളിക്കത്തിച്ചത്. തീ അണയ്ക്കാനുള്ള സംവിധാനങ്ങളൊന്നും പക്ഷേ ഇവിടെ ഉണ്ടായിരുന്നില്ല. അവധി ദിനത്തിലെ ആഘോഷത്തിനായി നിരവധി പേർ ദുരന്ത സമയം ഗെയിം സോണിൽ ഉണ്ടായിരുന്നു. വാരാന്ത്യങ്ങളിലെ കുറഞ്ഞ ടിക്കറ്റ് നിരക്കും ആളുകളെ വലിയ തോതിൽ ആകർഷിച്ചു.
അകത്തേക്കും പുറത്തേക്കും നേരിയ ഒരു വഴി മാത്രമായതിനാൽ 4 വശത്തു നിന്നും തീ പടർന്നതോടെ ആളുകൾക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയാതെ തീയിൽ പെട്ടുപോവുകയായിരുന്നു. ദുരന്തത്തിന്റെ വ്യാപ്തിയിൽ നാടു നടുങ്ങി. പ്രധാനമന്ത്രിയും രാഷ്ട്രപതിയും അടക്കമുള്ളവർ ദുഃഖം രേഖപ്പെടുത്തി. അതിവേഗം സംസ്ഥാന സർക്കാർ പ്രത്യേക അന്വേഷണ സംഘത്തെ പ്രഖ്യാപിച്ചു. മുഖ്യമന്ത്രി രാവിലെ സ്ഥലത്ത് നേരിട്ടെത്തി. അനധികൃതമായി ഒരു സ്ഥാപനം തുടങ്ങുകയും അത് നിരവധി പേരുടെ ജീവനെടുക്കുകയും ചെയ്തു എന്നതാണ് സ്ഥാപന ഉടമകൾക്കെതിരായ കുറ്റം. എന്നാൽ ഇതിനെല്ലാം ഒത്താശ ചെയ്തു കൊടുത്തവർക്കെതിരെ എന്ത് നടപടി ഉണ്ടാകുമെന്നതാണ് നമുക്ക് അറിയേണ്ടത്. വരുൺ വി നായർക്കൊപ്പം രാജ്കോട്ടിൽ നിന്നും ശ്രീനാഥ് ചന്ദ്രൻ, 24. എന്തായാലും വലിയ സങ്കടകരമായ കാര്യമായി ഇപ്പോൾ രാജ്കോട്ടിൽ സംഭവിച്ചത്. ജോബ് മത്തായി ഒരു സന്ദേശം അയച്ചിരിക്കുന്നു യൂട്യൂബിൽ. ഈ പരിപാടിയുടെ പേര് പൊതുജനം കഴുതയല്ല സാർ എന്നത് പൊതുജനം കഴുതയാണ് സാർ എന്നാക്കണം. എന്താ ജോബ് മാത്യു ഇത്ര നിർബന്ധം? കാരണം കൂടി എഴുതിയിരുന്നെങ്കിൽ കുറച്ചുകൂടെ വ്യക്തമായ കാര്യങ്ങൾ. നമ്മുടെ സംസ്ഥാനത്ത് തട്ടിപ്പ് വാർത്തകൾ വളരെ വർദ്ധിക്കുകയാണ്. ഓരോ ദിവസവും പുതിയ രീതിയിലുള്ള ചില തട്ടിപ്പുകളാണ് വരുന്നത്. പ്രത്യേകിച്ച് ഈ ടെക്നോളജിയുടെ കാലത്ത് തട്ടിപ്പുകളും പുതിയ രീതിയിലാകുന്നു എന്ന വ്യത്യാസം മാത്രമേ ചിലപ്പോൾ ഉണ്ടാകൂ. ഈ തട്ടിപ്പിൻ്റെ ഒരു വാർത്തയിലേക്കാണ് നമ്മളിനി പോകുന്നത്. ശുദ്ധ തട്ടിപ്പ്. കണ്ണൂർ അങ്ങാടിക്കടവിലെ അയ്യൻകുന്ന് വനിതാ സഹകരണ ബാങ്കിൽ വൻ വായ്പാ തട്ടിപ്പ്. 160ഓളം ആളുകളുടെ പേരിൽ വ്യാജ വായ്പ തരപ്പെടുത്തി പണം തട്ടിയെടുത്തുവെന്ന ആരോപണം ഉയരുന്നു. സഹകരണ സംഘം സെക്രട്ടറിക്കും ഭരണസമിതി അംഗങ്ങൾക്കുമെതിരെ നടപടി വേണമെന്നും ജനങ്ങൾ ആവശ്യപ്പെടുന്നു. ഭാര്യയുടെ പേരിലാണ് ലോണുള്ളത്. അപ്പം അവർക്ക് എനിക്കോ എൻ്റെ ഭാര്യയ്ക്കോ ആ വനിതാ ബാങ്കുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഒരു മെമ്പർഷിപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇപ്പം ഇവിടെ ഒരാളുടെ പേര് പരാതി വന്ന ശേഷം ആ വ്യക്തി വന്ന് അന്വേഷിക്കാൻ ചെന്നപ്പോഴാണ് ഞങ്ങളുടെ പേര് അവിടെ കാണുന്നത്. അങ്ങനെ ചെന്ന് അന്വേഷിച്ച് ഇത് ലിസ്റ്റ് എടുത്തപ്പോഴാണ് എൻ്റെ പേരും അല്ല എൻ്റെ ഭാര്യയുടെ പേര് കാണുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ആ ബാങ്കുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല. കണ്ണൂർ അങ്ങാടിക്കടവിലെ അയ്യൻകുന്ന് വനിതാ സഹകരണ സംഘം 156ഓളം ആളുകളുടെ പേരിൽ വ്യാജ വായ്പ. 2018 മുതലാണ് തട്ടിപ്പിന്റെ തുടക്കം. അംഗങ്ങളും ഇടപാടുകാരുമായ നിരവധി ആളുകളുടെ പേരിൽ അവരറിയാതെ വായ്പ. എനിക്കവിടെ മെമ്പർഷിപ്പ് ഇല്ല, പിന്നെ ലോൺ എടുത്തിട്ടില്ല. ഇവിടെ അടുത്തുനിന്ന് 1-2 പേര് പോയപ്പോൾ ഇങ്ങനെ പറഞ്ഞു അവർക്കൊക്കെ അവരറിയാതെ തന്നെ അവരുടെ പേരിൽ ലോൺ ഉണ്ടെന്ന്. അങ്ങനെ നമ്മൾ ചെന്ന് നോക്കുമ്പോൾ എൻ്റെ പേരിൽ 50,000 രൂപ ലോണ് 2018 എടുത്തത്. ഞാൻ അറിഞ്ഞിട്ടില്ല, എനിക്ക് മെമ്പർഷിപ്പും ഇല്ല. ജാമ്യം 7 ആൾക്ക് ജാമ്യം, ടോട്ടൽ 4 ലക്ഷം. എൻ്റെ ഭർത്താവിൻ്റെ പേരിലാണ് ഉള്ളത്. ഭർത്താവ് അങ്ങോട്ട് ഞങ്ങളായിട്ട് ബാങ്കിലൊരു ബന്ധവുമില്ല. പിന്നെ എൻ്റെ പേരിലുണ്ട് 50,000. പക്ഷേ എനിക്ക് ഈ ബാങ്ക് തുടങ്ങിയപ്പം മെമ്പർഷിപ്പ് ഉണ്ടായിരുന്നു, അല്ലാണ്ട് ആ ബാങ്കുമായിട്ട് ഒരിടപാടുമില്ല. പലരും ബാങ്കിലെത്തി നേരിട്ട് അന്വേഷിച്ചതോടെയാണ് സ്വന്തം പേരിലുള്ള വായ്പയെക്കുറിച്ച് അറിയുന്നത് പോലും. 2019 ഞാൻ സ്ഥലത്തില്ല, ഞാൻ കുവൈറ്റിലാണ്. പക്ഷേ 2019 3-ാം മാസമാണ് ഞാൻ ലോൺ എടുത്തേക്കുന്നത് 50,000 രൂപ. ഗൾഫിലായിരുന്ന സമയത്ത് ഇവിടെ ലോൺ എടുത്തതായിട്ടാണ്. ഇവിടെ ലോൺ 10-70 പേരുടെ പേരിൽ ഈ വട്ടത്തിൽ ഇവിടെ മാത്രം 10-70 പേരുടെ പേരിൽ ഈ വ്യാജ ലോണാണ്. ക്രമക്കേടിന് പിന്നിൽ സഹകരണ സംഘം സെക്രട്ടറി മാത്രമെന്ന് വാദിച്ച് തലയൂരുകയാണ് ഭരണസമിതി. എൻ്റെ അടുത്തുള്ളതാണ് സെക്രട്ടറിയുടെ വീട്. എൻ്റെ വീട്ടിലെ എൻ്റെ പെണ്ണിന് കെട്ടിച്ചു വിട്ട പെണ്ണിന്, ഭർത്താവിന്, എനിക്ക് 3 പേർക്ക് ലോണ് 50,000 വെച്ച് ഞങ്ങളെ കൊണ്ട് 3 പേരെ കൊണ്ട് പേരിൽ എടുത്തു. 3 ലക്ഷം രൂപ ജാമ്യത്തിലുണ്ട്, അല്ലാതെ 50,000 വെച്ച് ലോണുണ്ട്. അതെ, വളരെ വലിയൊരു ക്രമക്കേടാണ് നടന്നിരിക്കുന്നത്. ഇതിനകത്ത് ആ സെക്രട്ടറി മാത്രമാണ് അതിൻ്റെ ഉത്തരവാദിയെന്ന് ഞങ്ങൾ കരുതുന്നില്ല. ഇപ്പോൾ എൻ്റെ വൈഫിൻ്റെ പേരിലും അവിടെ ലോണുണ്ട്. എൻ്റെ വൈഫ് ആ സ്ഥാപനം കണ്ടിട്ട് വരെയില്ല. പേരും വീട്ടുപേരും എല്ലാം തെറ്റിച്ചാണ് കൊടുത്തിരിക്കുന്നത്. പേര് മാത്രം കറക്റ്റ്, വീട്ടുപേര്, പോസ്റ്റ് ഓഫീസ് എല്ലാം തെറ്റിച്ചാൽ ഇവിടെ എല്ലാവരുടെയും അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. സെക്രട്ടറിയുടെ പരിസരത്ത്, വീടിൻ്റെ പരിസരത്തുള്ള ആൾക്കാർക്കാണ് ഇത് കൂടുതലും ലോൺ, ബിനാമി ലോൺ എന്ന് പറഞ്ഞൊരു സംഭവം വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഭാഗത്തുള്ള ആൾക്കാർക്ക് ഡിപ്പോസിറ്റേഴ്സിനും ഇതേപോലെ നഷ്ടങ്ങൾ തിരിച്ചു കിട്ടാത്ത സാഹചര്യങ്ങളുണ്ട്. അതുമാത്രമല്ല, ഇത് ഞങ്ങളുടെ ആവശ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ നാട്ടുകാരുടെ ഇത്തരത്തിലുള്ള അവരുടെ ആശങ്കകൾ മാറ്റി അവരെ ഇതിൽ നിന്നും ഒഴിവാക്കി കൊടുക്കുന്നതോടൊപ്പം തന്നെ ബാങ്കിനെതിരെയും ഇതിൻ്റെ സമഗ്രമായ ഒരു അന്വേഷണം നടത്തണം. 2019 എനിക്ക് ഒരേ ദിവസം തന്നെ 2 ലോൺ 50,000 രൂപയുടെ 50,000-ൻ്റെ 2 ലോൺ എൻ്റെ ചേട്ടൻ്റെ പേരിലുണ്ട്. 2019 കൊടുത്താക്കുന്നതിനകത്ത് ഇപ്പം 50,000 രൂപ ലോണും അതിൻ്റെ പലിശയിലാണ് കൂട്ടി 1 ലക്ഷം രൂപ. ക്രമക്കേട് പുറത്തായതോടെ കോൺഗ്രസ് നിയന്ത്രണത്തിലുള്ള ഭരണസമിതി പിരിച്ചുവിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം ഏർപ്പെടുത്തി. തട്ടിപ്പിനിരയായവർ പോലീസിലും സഹകരണ വകുപ്പിലും പരാതി നൽകിയിട്ടുണ്ടെങ്കിലും നടപടിയിൽ മെല്ലെപ്പോക്കെന്ന് ആക്ഷേപം. 1-2 അല്ല,
156-ലധികം ആളുകളുടെ പേരിലാണ് അവരറിയാതെ കൃത്രിമ രേഖയുണ്ടാക്കി പണം തട്ടിയത്. നാട്ടിലെ സാധാരണക്കാരുടെ ആശ്രയമായ സഹകരണ ബാങ്കുകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനും കുറ്റക്കാർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുന്നതിനും സഹകരണ വകുപ്പിന് ഉത്തരവാദിത്തമുണ്ട്. മിഥുൻ ചാത്തോത്തിനൊപ്പം സജോ ദേവസ്യാം, 24 കണ്ണൂർ. പൊതുജനം കഴുതയല്ല സാർ. പ്രതികരണ വേദി തുടരുകയാണ്. റമൽ ചുഴലിക്കാറ്റ് പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ അവലോകന യോഗം ചേർന്നു. ഇതിന് നേരിടാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ യോഗത്തിൽ ഉദ്യോഗസ്ഥന്മാർ പ്രധാനമന്ത്രിക്ക് മുമ്പിൽ വിശദീകരിച്ചുവെന്നും ഡൽഹി ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. സുനിൽ ശ്രീയ പറയുന്നു, നമ്മുടെ നിയമ സംവിധാനങ്ങളിലെ പിഴവുകളാണ് കൂടുതൽ കുറ്റങ്ങൾ ചെയ്യാൻ വ്യക്തികളെ പ്രേരിപ്പിക്കുന്നത് എന്നാണ്. മാത്രമല്ല സുനിൽ ശ്രീയ ചിലപ്പോഴൊക്കെ ഈ കേസ് അന്വേഷിക്കുന്നതിലും കുറ്റപത്രം കൊടുക്കുന്നതിലും അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന വാദപ്രതിവാദങ്ങൾ ഉണ്ടാകുന്ന വീഴ്ചകളിലും ചിലർ കോടതിയിൽ പോയി രക്ഷപ്പെട്ട് പോകുന്നുണ്ട്. പരമാവധി ശിക്ഷ കൊടുക്കേണ്ട കേസുകളിൽ ശിക്ഷ കൊടുപ്പിക്കണം, എന്നാലേ ഒരു ഫിയർ ഓഫ് പണിഷ്മെൻ്റ് ഉണ്ടാകൂ. കുറ്റങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് ആളുകളെ പിന്തിരിപ്പിക്കണമെങ്കിൽ അവരോട് ഗാന്ധിസം പറഞ്ഞിട്ടൊന്നും നമ്മുടെ നാട്ടിൽ ഒരു കാര്യമില്ലെന്നാണ് മനസ്സിലാകുന്നത്. ദിനേശ് മറ്റം പറഞ്ഞ കെ മുരളീധരൻ്റെ പേര് പരാമർശിച്ചപ്പോൾ സ്ക്രീനിൽ കാണിച്ചത് വി മുരളീധരനെ, വി മുരളീധരൻ്റെ പേര് പറഞ്ഞപ്പോൾ സ്ക്രീനിൽ കാണിച്ചത് കെ മുരളീധരനെ. ശരിക്കും നമ്മുടെ പ്രൊഡക്ഷനിൽ പറ്റിയ ഒരു ചെറിയ പിഴവാണ്, അത് താങ്കൾ ചൂണ്ടിക്കാണിച്ചു. ഞാനും അത് ശ്രദ്ധിച്ച കാര്യമാണ്. പിഴവ് പറ്റാതെ പരമാവധി നോക്കാം. ഇനി നമുക്ക് ചുറ്റും പ്രകാശം ചുരിയുന്ന ഒരുപാട് വാർത്തകളുണ്ട്. പ്രേക്ഷകർക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ടാവും ഈ 24 തുറക്കുമ്പോഴൊക്കെ തന്നെ നെഗറ്റീവ് വാർത്തകളെ വരുന്നുള്ളൂ. പോസിറ്റീവ് വാർത്തകൾ വരികയാണ്. വി പോസിറ്റീവ്. കർഷകർക്കും നാട്ടുകാർക്കും ഒരേപോലെ പ്രയോജനപ്പെടാൻ സാധ്യതയുള്ള ഒരു പദ്ധതി വയനാട്ടിൽ ഒരുങ്ങുന്നു. 3 പതിറ്റാണ്ടിലേറെ പഴക്കമുണ്ട് പനമരം പടിഞ്ഞാറേത്തറ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന റെഗുലേറ്റർ കം ബ്രിഡ്ജ് എന്ന ആവശ്യത്തിന്. ഈ വർഷം തന്നെ പദ്ധതി കമ്മീഷൻ ചെയ്യാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. കബനി നദിക്ക് കുറുകെ പനമരം പടിഞ്ഞാറേത്തറ പഞ്ചായത്തുകളെ ബന്ധിപ്പിച്ച് മലങ്കര പാറക്കടവിൽ ഒരു റെഗുലേറ്റർ കം ബ്രിഡ്ജ് യാഥാർത്ഥ്യമാവുകയാണ്. നിർമ്മാണം അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുന്നു. 3 പതിറ്റാണ്ടിലേറെയായി ഇന്നാട്ടുകാരുടെ ആവശ്യത്തിനാണ് വിരാമമാകുന്നത്. കബനി പുഴയുടെ കൈവഴിയായ വെണ്ണിയോട് പനമരം പുഴയിലെ വെള്ളം പാറക്കടവിൽ സംഭരിച്ച് പ്രദേശത്തെ ഹെക്ടർ കണക്കിന് വരുന്ന കൃഷിയിടങ്ങളിലേക്ക് വെള്ളം എത്തിക്കാൻ ഉദ്ദേശിക്കുന്നതാണ് ഈ റെഗുലേറ്റർ കം ബ്രിഡ്ജ് പദ്ധതി. വേനലിൽ മേഖലയിൽ ജലക്ഷാമം രൂക്ഷമാണ്. പുഴയിൽ ജലനിരപ്പ് ക്രമാതീതമായി താഴുന്ന അനുഭവമുണ്ട്. ഇതുമൂലം വയലുകൾ തരിശിടുന്ന സ്ഥിതിയാണ്. കാപ്പിയും കുരുമുളകും അടയ്ക്കയും തേങ്ങയുമെല്ലാം ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക മേഖലയാണിവിടം. പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ കാർഷിക മേഖല ഉണരുമെന്നാണ് പ്രതീക്ഷ. വയനാടൻ ടൂറിസം ഭൂപടത്തിൽ ഇടം പിടിച്ച കുറുമ്പാലക്കോട്ട മലയാണ് തൊട്ടടുത്ത്. ടൂറിസത്തിനും ഈ പദ്ധതി ഉപകാരപ്പെടും. 20 വർഷം മുമ്പ് ജലസേചന വകുപ്പ് മന്ത്രിയായിരുന്ന TM ജേക്കബാണ് പദ്ധതിക്ക് തുക അനുവദിച്ചത്. പക്ഷേ സാങ്കേതിക കുരുക്കിൽപ്പെട്ട് അനന്തമായി നീണ്ടു. 2018 നിർമ്മാണം പുനരാരംഭിച്ചത്. ചെക്ക് ഡാമിന് മുകളിൽ റോഡും മറ്റ് സൗകര്യങ്ങളും അടക്കം ഒരുക്കാൻ 9 കോടിയോളം രൂപയാണ് ചെലവ് വന്നിരിക്കുന്നത്. 9 കോടിയും ചില്ലറയാണ് ഇതിൻ്റെ ആദ്യം എസ്റ്റിമേറ്റ് വെച്ചത്. അതിലെന്തോ ഒരു ചെറിയ കിഴിവ് കഴിച്ചിട്ട് 9ൻ്റെ അടുത്തുണ്ട്. ഇത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഇത് വരുന്നത്. അപ്പോൾ ഇത് ബാക്കിയുള്ള ഫണ്ടുകൾ ഇനിയിപ്പോൾ ഗവൺമെൻറ്റിൻ്റെ അവിടെ വേറെ പ്രോജക്റ്റ് എന്തെങ്കിലും ആക്കിയിട്ട് ഇത് നന്നായിട്ട് നടത്തിത്തരിക. ഡാമിലെ ഷട്ടറുകൾ പൊക്കാനുള്ള മോട്ടോറുകൾ സ്ഥാപിക്കൽ, റോഡ് ഇന്റർലോക്ക് ചെയ്യൽ, പുഴയിലടിഞ്ഞ കല്ലും മണ്ണും എടുത്തുമാറ്റൽ, അപ്രോച്ച് റോഡ് മണ്ണിട്ട് സൈഡ് വാൾ കെട്ടൽ, നിർമ്മാണത്തിനിടെ ഇടിഞ്ഞുപോയ ഭാഗം കല്ലിട്ട് കെട്ടൽ തുടങ്ങിയ പ്രവൃത്തികൾ ഇനി ബാക്കി നിൽക്കുന്നുണ്ട്. റെഗുലേറ്ററിന്റെ ഒരു ഭാഗത്തേക്ക് നേരത്തെ ഉണ്ടായിരുന്ന നിലവിൽ അടച്ച റോഡ് തുറക്കാനുള്ള നടപടിയും വേണമെന്ന് കർഷകർ ആവശ്യപ്പെടുന്നു. കാലവർഷം ശക്തി പ്രാപിക്കുന്നതിന് മുമ്പ് നിർമ്മാണം പൂർത്തിയാക്കാനുള്ള നടപടി വേണമെന്നും ആവശ്യം ഉയരുന്നു. വേനലിൽ വരണ്ടുണങ്ങുന്ന വയനാടിന് ഇത്തരം ചെറുകിട ജലസേചന പദ്ധതികൾ അനിവാര്യതയാണ്. ധാരാളം സഞ്ചാരികളെത്തുന്ന കുറുമ്പാലക്കോട്ടയ്ക്ക് താഴെയാണ് ഈ ചെക്ക് ഡാം വരുന്നത്. അതിനാൽ തന്നെ ജലസേചനത്തിനൊപ്പം ടൂറിസം സാധ്യതകളെ കൂടി പ്രയോജനപ്പെടുത്താൻ കഴിയും. ഈ മഴക്കാലത്തിന് മുമ്പ് നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം. മനു ദാമോദരനൊപ്പം സുർജിത്ത് അയ്യപ്പത്ത്, 24 വയനാട്. പൊതുജനം കഴുതയല്ല സാർ. സാങ്കേതിക കുരുക്കിൽപ്പെട്ട് അനന്തമായി നീണ്ടുപോയ ഈ പദ്ധതി യാഥാർത്ഥ്യമാകുന്നതിൻ്റെ സന്തോഷത്തിലാണ് പ്രദേശവാസികൾ. കാണാം നമുക്ക് അവരുടെ പ്രതികരണങ്ങൾ. പനമരം പഞ്ചായത്തിലെ 18-ാം വാർഡാണിത്. ഈ 2 പഞ്ചായത്തും തമ്മിൽ ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് നല്ല ഒരു
പാലമാണ് പണിത് വരുന്നത്. പിന്നെ ഒരു 100-300ഓളം ആൾക്കാർ താമസിക്കുന്ന കോളനിയുണ്ട്. അവിടെയും വെള്ളത്തിന് ക്ഷാമമുണ്ട്. അതൊക്കെ ഒരു പരിഹാര മാർഗമാകും. ഈ ശരിക്കും ചെക്ക് ഡാം വന്നു കഴിഞ്ഞ് ഇത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും അതിനൊരു പരിഹാര മാർഗമാകും. അല്ല, ഈ പണി വേഗം പൂർത്തീകരിച്ച് കൃഷിക്ക് അനുയോജ്യമായ ഒരു സംഗതി വേഗം ഉണ്ടാക്കി തരണം. അതാണ് ഞങ്ങൾക്ക് മൊത്തമായിട്ട് പറയാനുള്ളത്. പണി ഇപ്പം 5 വർഷത്തോളം ഈ പണി തുടങ്ങിയിട്ട് ഇപ്പോഴും പണി തീർന്നിട്ടില്ല. ഈ പുഴയുടെ 2 ഭാഗത്തുള്ള കൃഷിക്കാർ തന്നെ താമസിക്കണം. അപ്പോൾ 2 ഭാഗത്തുള്ള ജനങ്ങൾക്ക് അത് വളരെ ഉപകാരപ്പെടും. 6 വർഷമായി തുടങ്ങിയിട്ട്. ഇതിൻ്റെ ഇടയ്ക്ക് 2 പ്രളയം വന്നുപോയി. ഈ 2 പ്രളയത്തിലും ഇവിടെയുള്ള കുറേ വീടുകളിൽ വെള്ളപ്പൊക്കം ഉണ്ടായി. അപ്പോൾ ഇനി ഞങ്ങളുടെ എൻ്റെ വീടൊക്കെ വെള്ളത്തിൽ 1.5 മീറ്റർ അടി വെള്ളം കയറി. അതിലുള്ള എല്ലാ ഫർണിച്ചറുകളും കാറടക്കം എല്ലാം പോയി. അപ്പോൾ ഇനി അങ്ങനെ ഒരു സംഭവം ആവർത്തിക്കരുതെന്ന് ഇവരോട് ഒരു അഭ്യർത്ഥനയുണ്ട്. അതിന് മുമ്പ് ഇതിൻ്റെ ഷട്ടറിൻ്റെ കൊളുത്തൊക്കെ പിടിപ്പിച്ച് ഷട്ടർ പൊന്തിച്ച് വെള്ളം താഴേക്ക് വിടാനുള്ള ഒരു സംവിധാനം എത്രയും പെട്ടെന്ന് കാണണം. അതാണ് ഇതിൻ്റെ അധികൃതരോട് പറയാനുള്ളത്. ഈ പ്രദേശം എന്ന് പറഞ്ഞാൽ ഒരു ഒറ്റപ്പെട്ട പ്രദേശമാണ്. അക്കരയും ഇക്കരെ പിന്നെയും റോഡുണ്ട്. അപ്പോൾ ആ പ്രദേശവുമായിട്ടൊരു കണക്ടിവിറ്റി വരുന്ന ഒരു റോഡാണിത്. ഈ പാലം വന്നു കഴിയുമ്പം അതിൻ്റെ അപ്രോച്ച് റോഡും കൂടെ ആകുമ്പം ആ റോഡും ഈ റോഡും തമ്മിലുള്ളൊരു ബന്ധം കൂടും. പ്രേക്ഷകർക്ക് സ്വാഗതം. പ്രതികരണ വേദി തുടരുകയാണ്. സജി മാങ്കോട് പറയുന്ന കൊറോണ സമയത്താണ് SKN ഏറ്റവും പോസിറ്റീവായ വാർത്തകൾ കേട്ടത്. എന്തൊരു സുഖമുള്ള സമയമായിരുന്നു എന്നാണ് സജി മാങ്കോട് പറയുന്നത്. എൻ്റെ സജി, ശരിക്കും 10-20 മാസക്കാലം നമ്മൾ കോവിഡ് അനുഭവിച്ചവരാണ്. എന്നാൽ കോവിഡിൻ്റെ ഒരു സ്വാധീനം ഇപ്പോൾ ആൾക്കാർക്ക് എന്തെല്ലാം ടെൻഷനാണ്. ഇപ്പോൾ എടുത്ത വാക്സിൻ കൊണ്ട് ചില കുഴപ്പങ്ങൾ. ഇന്ന് ഏറ്റവും ലോകാരോഗ്യസേനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇന്ന് വന്നു. നമ്മുടെ ആയുർദൈർഘ്യത്തിൽ 2 കൊല്ലം പോയി കിട്ടുമെന്ന രീതിയിൽ വന്നു. ക്വാളിറ്റി ലൈഫിൽ ഒരു 2 കൊല്ലത്തോളം കുറയുന്നു ഈ കോവിഡിൻ്റെ സ്വാധീനം എന്ന രീതിയിലും ഒരു വാർത്ത WHO പുറത്തുവിട്ടിട്ടുണ്ട്. ഇന്ന് 24 സംപ്രേഷണം ചെയ്തിരുന്നു. ഇനി മറ്റൊരു വാർത്തയിലേക്ക്. ചാലക്കുടി അതിരപ്പള്ളിയിൽ 24 പ്രാദേശിക ലേഖകനെ കയ്യേറ്റം ചെയ്തതിൽ വനംവകുപ്പ് മന്ത്രി നിർദ്ദേശ അന്വേഷണത്തെ അട്ടിമറിക്കാൻ ഒരു വ്യാജ പരാതിയുമായി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇന്ന് രംഗത്ത് വന്നു. വനംവകുപ്പിനെതിരായ വാർത്തകൾ നൽകിയാൽ പ്രാദേശിക ലേഖകൻ റൂബിൻ ലാലിനെ കള്ളക്കേസിൽ കൊടുക്കുമെന്ന് ഉദ്യോഗസ്ഥന്മാർ മുമ്പും ഭീഷണി മുഴക്കിയിട്ടുണ്ട്. വാഹനമിടിച്ച് പരിക്കേറ്റ് കിടന്ന ഒരു കാട്ടുപന്നിയുടെ ദൃശ്യങ്ങൾ പകർത്തിയ 24 പ്രാദേശിക റിപ്പോർട്ടർ റൂബിൻ ലാലിനെ ഇന്ന് രാവിലെയാണ് ഉദ്യോഗസ്ഥന്മാർ മർദ്ദിച്ചത്. ഇതിൽ അന്വേഷണത്തിന് വനമന്ത്രി ഉടൻ തന്നെ ഉത്തരവിട്ടിരുന്നു. തൃശൂർ CCFനോട് അന്വേഷിക്കാൻ പറഞ്ഞിരുന്നു. ഈ അന്വേഷണത്തെ അട്ടിമറിക്കാൻ മന്ത്രിയെ കടന്നുപോകാൻ കരുത്തുള്ള ഒരു വനംവകുപ്പ് ഉദ്യോഗസ്ഥൻ ഇറങ്ങിയിരിക്കുന്നു എന്ന് വേണം കരുതാൻ. അദ്ദേഹം ഇന്ന് പോലീസ് സ്റ്റേഷനിൽ സമീപിച്ചൊരു പരാതി എഴുതി കൊടുത്തിരിക്കുന്നു. മന്ത്രി പറഞ്ഞതിന് ശേഷം മന്ത്രിയെക്കാളും വലിയ ജീവനക്കാരനോ എന്ന് നമ്മൾ സംശയിക്കേണ്ട. അതും നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്നു എന്നതാണ് ഏറ്റവും വലിയ വിചിത്രമായ കാര്യം. അതിരപ്പള്ളി പത്താറിൽ വാഹനമിടിച്ചു പരിക്കേറ്റ് റോഡരികിൽ കിടന്ന കാട്ടുപന്നിയുടെ ദൃശ്യങ്ങൾ പകർത്തുന്നതിനിടയിലായിരുന്നു 24 അതിരപ്പള്ളി പ്രാദേശിക ലേഖകൻ റൂബിൻ ലാലിന് നേരെ വനംവകുപ്പ് ഉദ്യോഗസ്ഥന്റെ കയ്യേറ്റ ശ്രമം. പന്നി കിടക്കുന്നത് വനഭൂമിയിലാണെന്നും ദൃശ്യങ്ങൾ പകർത്താൻ അനുവദിക്കില്ലെന്നും പറഞ്ഞ ഉദ്യോഗസ്ഥർ റൂബിൻ ലാലിന്റെ ഫോൺ തട്ടിമാറ്റുകയും മർദ്ദിക്കാൻ ശ്രമിക്കുകയുമായിരുന്നു. പരിയാരം റേഞ്ച് കൊന്നക്കുഴി സ്റ്റേഷൻ ബീറ്റ് ഓഫീസർ ജാക്സന്റെ നേതൃത്വത്തിലായിരുന്നു അതിക്രമം. അടിയന്തര അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശിച്ച വനം മന്ത്രി AK ശശീന്ദ്രൻ CCFന് അന്വേഷണ ചുമതലയും നൽകി. 24ന്റെ ഒരു പ്രവർത്തകനെ വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാർ കയ്യേറ്റം ചെയ്തയാളെ വാർത്ത ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. ശ്രദ്ധയിൽപ്പെട്ട ഉടനെ തന്നെ തൃശൂർ CCFനോട് ആ സംഭവം നേരിട്ട് അന്വേഷിച്ച് വസ്തുതകൾ എന്താണ് എന്ന് പരിശോധിച്ച് അടിയന്തരമായ റിപ്പോർട്ട് നൽകണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. ആ റിപ്പോർട്ട് ലഭിച്ചതിനെ തുടർന്ന് ലഭിച്ചാൽ അത് പരിശോധിച്ച് എന്തൊക്കെ നടപടികളാണ് സ്വീകരിക്കേണ്ടത്, നിയമപരമായ അത്തരം നടപടികളെല്ലാം കർശനമായി തന്നെ സ്വീകരിക്കണമെന്നാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. മന്ത്രിയുടെ നിർദ്ദേശം വന്നതിന് മണിക്കൂറുകൾക്കുള്ളിലാണ് അന്വേഷണം അട്ടിമറിക്കാനുള്ള വനംവകുപ്പിന്റെ വ്യാജ പരാതി. കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്നും ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം റൂബിൻ ലാലിനെ അറസ്റ്റ് ചെയ്യണമെന്നുമാണ് അതിരപ്പള്ളി പോലീസിന് നൽകിയ പരാതിയിലെ ആവശ്യം. നേരത്തെയും റൂബിൻ ലാലിന് വനംവകുപ്പ് ഉദ്യോഗസ്ഥരിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട്. കൊന്നക്കുഴി ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനയെ തുരത്താൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തയ്യാറാകാതിരുന്നത് ഉൾപ്പെടെ റൂബിൻ വാർത്തയാക്കിയതാണ് പ്രകോപനം. 24 തൃശൂർ. എന്തായാലും ഈ കാര്യത്തിൽ വനം വകുപ്പ് മന്ത്രിയും ശ്രദ്ധിക്കുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അദ്ദേഹം ഉത്തരവിട്ട ഒരു കാര്യത്തെ വെല്ലുവിളിക്കാൻ അദ്ദേഹത്തിൻ്റെ കീഴിൽ ഒരു സാധാരണ ജീവനക്കാരൻ തയ്യാറാകുന്നതിൻ്റെ ലക്ഷണമാണ് ഇന്നത്തെ വാർത്താ പകലിൽ അതിരപ്പള്ളിയിൽ കണ്ടത്. മഴക്കാലത്തെ ഒരു മനുഷ്യനിർമ്മിത ദുരിതത്തിനെ പറ്റിയാണ് ഇനി പറയാൻ പോകുന്നത്. മലപ്പുറത്ത് പ്രവൃത്തി നടക്കുന്ന ദേശീയപാത 66 സമീപത്തെ കടകളിലേക്കും വീടുകളിലേക്കും വ്യാപകമായി വെള്ളം കയറുന്നുണ്ട്. സർവീസ് റോഡിൽ നിന്നും ഉയർന്നു നിൽക്കുന്ന ദേശീയപാതയിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന വെള്ളമാണ് പ്രദേശത്തെ ചെളിക്കുളമാക്കുന്നത്. അശാസ്ത്രീയമായ നിർമ്മാണവും ഡ്രെയിനേജ് ഒരുക്കാത്തതുമാണ് ഈ പ്രതിസന്ധിക്ക് കാരണമെന്നാണ് നാട്ടുകാരുടെ പക്ഷം.
ദേശീയപാതയുടെ പ്രവർത്തികൾ നടക്കുന്ന മലപ്പുറം ജില്ലയിലെ വിവിധയിടങ്ങളിൽ ജനങ്ങൾ വലിയ പ്രതിസന്ധിയാണ് അനുഭവിക്കുന്നത്. ഇക്കാണുന്നതാണ് ദേശീയപാത കടന്നു പോകുന്നത്. അതിന് തൊട്ട് താഴെയാണ് ഈ സർവീസ് റോഡും ഉള്ളത്. ഈ ദേശീയപാതയിൽ നിന്നും ഈ വലിയ അളവിൽ ചെളിയും വെള്ളവും എല്ലാം തന്നെ ഈ അനുബന്ധ റോഡിലേക്കും അതോടൊപ്പം തന്നെ ഈ സമീപത്തെ കടയിലേക്കും വീടുകളിലേക്കും എത്തുന്നു എന്നുള്ളതാണ് നാട്ടുകാരുടെ പരാതിയായി പറയുന്നത്. ജില്ലയിൽ തലപ്പാറ മുതൽ കാക്കഞ്ചേരി വരെയുള്ള ഇടങ്ങളിലാണ് റോഡിൽ നിന്നും വെള്ളം കുത്തിയൊലിച്ചു വരുന്നത്. തലപ്പാറ, ചെമ്മാട്, പാലക്കൽ, പരപ്പനങ്ങാടി, പാണമ്പ്ര, ചെട്ടിയാർമാട്, ഇടിമുഴിക്കൽ എന്നിവിടങ്ങളിലാണ് പ്രശ്നം രൂക്ഷം. വെള്ളം പമ്പ് ചെയ്തതിനേക്കാൾ വേഗതയിലാണ് ചെളിയും വെള്ളവും സർവീസ് റോഡിലേക്ക് കുതിച്ചെത്തുന്നത്. മഴ തകർത്ത് പെയ്താൽ സർവീസ് റോഡിലൂടെയുള്ള യാത്രയും അപകടം നിറഞ്ഞതാണ്. കഴിഞ്ഞ 2.5 വർഷമായി ഞങ്ങളിവിടെ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നാട്ടുകാരും കടക്കാരും കച്ചവടക്കാരും മുഴുവനും. കഴിഞ്ഞ മഴക്കാലത്ത് പറഞ്ഞു ഞങ്ങൾ ഉടനെ ശരിയാക്കി തരും, ഡ്രെയിനേജൊക്കെ ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് സൗകര്യപ്പെടുത്തി തരുമെന്ന് പറഞ്ഞ്. പക്ഷേ അതും ചെയ്തില്ല. 1 വർഷം കഴിഞ്ഞ് ഇപ്പോഴും സ്ഥിതി അതുതന്നെയാണ്. രണ്ടത്താണി നഗരത്തെ കീറിമുറിച്ചുണ്ടാക്കിയ 6 വരി പാതക്കടിയിലെ വെള്ളം ഒഴുകിപ്പോകുന്ന വഴിയായിരുന്നു നാട്ടുകാർ നടന്നു പോയിരുന്നത്. വേനൽ മഴ തകർത്തു പെയ്തതോടെ ഡ്രെയിനേജിൽ ചെളിയും വെള്ളവുമാണ്. ഒരാൾ പൊക്കത്തിലുണ്ടായിരുന്ന വഴി ചെളി നിറഞ്ഞതോടെ ജനങ്ങൾക്ക് നടക്കാൻ വയ്യാത്ത അവസ്ഥയായി. നഗരത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഒഴുകിയെത്തുന്ന വെള്ളം സമീപത്തെ വീടുകളിലേക്കാണ് എത്തുന്നത്. ഡ്രൈനേജ് നിറഞ്ഞു കവിഞ്ഞതോടെ മലിനജലം കിണറുകളിലേക്കും ഇറങ്ങി. ഇതോടെ ആരോഗ്യ ഭീഷണി നേരിടുകയാണ് നാട്ടുകാർ. ടൗണുകളിലെ ജനങ്ങളൊന്നും മാനിച്ചിട്ടില്ല. അത് വലിയൊരു പ്രയാസം വേറുണ്ട്. അതല്ലാതെ ഞങ്ങൾ ഈ അയ്യൂബ് ഖാൻ റോഡിലുള്ളവരുടെ വിഷയമാണ് ഞങ്ങൾക്ക് ഹൈലൈറ്റ് ചെയ്ത് പറയാനുള്ളത്. അതിന്റെ പ്രയാസം കൊണ്ടാണ് അടുക്കളയിൽ നിന്ന് ഇറങ്ങി ഓടി വന്നിട്ടുള്ളതും. ഇവിടെ ഞങ്ങൾക്ക് വീടുകൾ ഈ കൺസ്ട്രക്ഷന്റെ ഹെവി വെഹിക്കിൾസിന്റെ കൺസ്ട്രക്ഷന്റെ മുഴുവൻ ആഘാതം താങ്ങി നിൽക്കുന്ന വീടുകൾ ഇപ്പോൾ ഹെവി റെയിനും പിന്നെ ഫ്ലഡും ഇതും കൂടി താങ്ങാൻ ഞങ്ങൾക്ക് കഴിയില്ല. ഗവൺമെന്റ് മുന്നിലിട്ട് ഞങ്ങൾ എവിടെയെങ്കിലും മാറ്റി താമസിപ്പിക്കണം. പ്രതിഷേധത്തെ തുടർന്ന് ദേശീയപാത നിർമ്മാണ കമ്പനി അധികൃതർ താൽക്കാലികമായി തടസ്സങ്ങൾ നീക്കുന്നുണ്ട്. ദേശീയപാതയ്ക്ക് താഴെയുടെയുള്ള ഈ കൂറ്റൻ ഡ്രൈനേജ് വഴിയാണ് ജനവാസ മേഖലയിലേക്ക് വെള്ളം കുത്തിയൊലിച്ചു വരുന്നത്. ഇതുവഴി കടകളിലേക്കും വീടുകളിലേക്കും വെള്ളം ഇരച്ചു കയറുന്നൊരവസ്ഥയാണ് നിലവിലുള്ളത്. ചെറിയ മഴ പെയ്തപ്പോൾ തന്നെ ഇതാണ് അവസ്ഥ. മഴ കനത്താൽ എന്താകും സ്ഥിതി എന്നുള്ളതാണ് ഇവിടുത്തെ ജനങ്ങൾ ചോദിക്കുന്നത്. സമീർ ബിൻ കരീം, 24, തിരൂർ. പൊതുജനം കഴുതയല്ല സാർ. ഈ ഫസ്റ്റ് ക്ലാസ് മ്യൂസിക്കിൽ നിന്നൊരു കാര്യം പറഞ്ഞിരിക്കുന്നു. അത് ഇങ്ങനെയാണ്: കൊല്ലം ജില്ലയിൽ മൺട്രോത്തുരുത്തിലൊരു പാലം പണി തീരാതെ കിടക്കുകയാണ്. പട്ടംതുരുത്ത് പാലം. ഷാജി പൊയ്കയിൽ മറ്റൊരു കാര്യം അറിയിക്കുന്നു. ചാരുമൂട്ടിൽ ഒരു ഭക്ഷണ അലമാരയുണ്ട്. ഒരുപാട് പേർക്ക് ഒരു നേരത്തെ ഭക്ഷണത്തിന് ഉപകാരമാണ് ഈ അലമാര. 906 ദിവസമായി ഇന്ന് ഇപ്പോൾ വരെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ മുന്നോട്ട് പോകുന്നു. ആർക്കെങ്കിലും ഭക്ഷണം കൊടുക്കാൻ ഉണ്ടെങ്കിൽ കടന്നു വരാം എന്നാണ് പറയുന്നത്. സിനുഖാനാണ് ഇത് അയച്ചിരിക്കുന്നത്. കൊള്ളാം, ഇങ്ങനെയൊക്കെയുള്ള ഭക്ഷണശാലകൾ തുറക്കുന്നത് ജനങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും. ഒരു നേരത്തെ ഭക്ഷണം കിട്ടുന്നു സൗജന്യമായി എന്നറിയുന്നത് ഭക്ഷണം കിട്ടാതെ പോകുന്ന ആളുകൾക്ക് വലിയ കാര്യം തന്നെയായിരിക്കും. വേനൽ മഴയിലെ ദുരിതം ഇതൊക്കെയാണെങ്കിൽ കാലവർഷം എത്തുമ്പോൾ എന്തായിരിക്കും അവസ്ഥയെന്ന് നാട്ടുകാർ ചോദിക്കുന്നു. ഈ യഥാർത്ഥത്തിൽ നാഷണൽ ഹൈവേയുടെ പണി നടക്കുമ്പോൾ ഈ വെള്ളം വീടുകളിലേക്കും അടുക്കളയിലേക്കും ഇരച്ചെത്തുന്ന പ്രതിഭാസമുണ്ടായാൽ വലിയ മഴ വരാൻ പോവുകയാണ് കേരളത്തിൽ. അപ്പോൾ എന്താകുമെന്ന ആശങ്കയിലാണ് ജനങ്ങൾ. അതിൻ്റെ പ്രതികരണങ്ങളിലേക്ക് നമ്മൾ കടന്നു ചെല്ലുന്നു. ഈ അയ്യൂബ് ഖാൻ റോഡ് എന്ന് പറയുന്നത് നിരവധി കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു പ്രദേശമാണ്. അങ്ങോട്ട് ഈ നാഷണൽ ഹൈവേയിലുള്ള മലിനജലം ഒന്നായിട്ട് ഒഴുക്കി വിടുമ്പോൾ അവിടുത്തെ വീടുകളിലും അതുപോലെ പിന്നെ വഴി നടക്കുന്ന സ്കൂൾക്കും മദ്രസയിലേക്കും അതുപോലെ പള്ളിയിലേക്കും മറ്റ് അങ്ങാടിയിലേക്കും ഒക്കെ നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങാനും മറ്റ് എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി ജനങ്ങൾ നൂറുകണക്കിന് ആളുകൾ ആശ്രയിക്കുന്ന ഒരു വഴിയാണ്. തലപ്പാറ മുതൽ വെന്നിപ്പറമ്പ് വരെയുള്ള സ്ഥലങ്ങളിൽ ഈ ഓവർപാസിൻ്റെ മേലെയുള്ള വെള്ളങ്ങൾ 1.5 കിലോമീറ്റർ 2 കിലോമീറ്ററിനുള്ളിൽ അവിടെ കേന്ദ്രീകരിച്ച് ഇപ്പോൾ അപ്രോച്ച് റോഡിൽ ചാടാതെ നേരെ ഈ വെള്ളം വന്ന് ഉപയോഗിക്കുന്നത് വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കുമാണ്. അപ്പോൾ അത് വളരെയേറെ ജനങ്ങൾ വളരെയേറെ ബുദ്ധിമുട്ടിലാണത്. അതെ, ഇപ്പോൾ 2 വർഷമായിട്ട് നമ്മൾ പറഞ്ഞ് കബളിപ്പിക്കുന്ന പോലെയാണ്. കാരണം വ്യാപാരികൾ ആകെ അവരും ആശങ്കയിലാണ്. അതേപോലെ തന്നെ ഇവിടുന്ന് കുറച്ചങ്ങ് പോകുമ്പം അയ്യൂബ് ഖാൻ റോഡ് നിങ്ങൾക്കറിയാം, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത്രയും അയ്യൂബ് ഖാൻ റോഡ് എന്ന് പറയുന്നത് ഒരുപാട് 50-60ഓളം വീടുകൾ താമസിക്കുന്ന ആളുകൾ, അവർക്ക് കുട്ടികൾക്കാണെങ്കിലും ഈ മഴക്കാലത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനോ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ കേസ് വന്നാലും പോകാൻ പറ്റാത്തൊരവസ്ഥയിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഡ്രെയിനേജ് ചെയ്തു തരാമെന്ന് പറയുന്നതല്ലാതെ വാഗ്ദാനങ്ങളല്ലാതെ ഇവിടെ ഒന്നും ശരിക്കും നടക്കുന്നില്ലെന്നാണ് വാസ്തവം എന്ന് പറഞ്ഞത്.
അതായത് ബാബു പറയുന്നത് നാഷണൽ ഹൈവേ കേരള സർക്കാരിൻ്റെ കുറ്റം കൊണ്ടല്ല, കേരള സർക്കാരിൻ്റെ കുറ്റമാണെന്ന് ആരും പറഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നില്ല. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് അധികൃതരുടെ അനാസ്ഥയിൽ ഒരു അപകടക്കെണിയുണ്ട്. കോട്ടയം പള്ളം പുതുപ്പള്ളി റോഡിൻ്റെ ഇരുവശത്തുമായി ഇട്ടിരിക്കുന്ന വാട്ടർ അതോറിറ്റിയുടെ പൈപ്പുകളാണ് യാത്രക്കാർക്ക് അപകട ഭീഷണി ഉണ്ടാക്കുന്നത്. ജീവൻ പണയം വെച്ച് വേണം ഈ വഴിയിലൂടെ യാത്ര ചെയ്യാൻ. ഏതു നിമിഷവും ഒരു അപകടം നിങ്ങളെ തേടിയെത്താം. പള്ളം പുതുപ്പള്ളി റോഡിൽ പാറക്കക്കടവ് ഭാഗത്താണ് ജല അതോറിറ്റി അലക്ഷ്യമായി ഇങ്ങനെ പൈപ്പുകൾ ഇറക്കിയിട്ടിരിക്കുന്നത്. കാൽനടക്കാർക്ക് നടന്നു പോലും പോകാൻ സാധിക്കില്ല ഈ വഴിയരികിലൂടെ. അത്രത്തോളം അപകടകരമായ രീതിയിലാണ് ഈ പൈപ്പുകൾ ഇവിടെ കിടക്കുന്നത്. ഇരുചക്ര വാഹനക്കാർക്കടക്കം വലിയ വെല്ലുവിളിയാണ് ഇത് ഉയർത്തുന്നത്. നടന്നു പോകാൻ ബുദ്ധിമുട്ടാണ്. ഒറ്റ വണ്ടി വന്നു കഴിഞ്ഞാൽ പോകാൻ ബുദ്ധിമുട്ടില്ല. ഇങ്ങനെ നമ്മൾ ഇറങ്ങി കിടക്കുമല്ലേ, അത് മാറിക്കിടക്കാണ് കുഴപ്പമില്ല. ഇറങ്ങി കിടക്കൊണ്ട് ബുദ്ധിമുട്ടാണ്. അത് മറ്റുള്ള വന്ന് വണ്ടി പറഞ്ഞ പാടുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അത് ഇവിടെ നിന്നല്ല, ഇവിടുന്ന് അങ്ങനെ നീണ്ടങ്ങ് കിടക്കുക. അതൊരു ബുദ്ധിമുട്ടാണ്. ജലജീവൻ മിഷന്റെ ഭാഗമായിട്ടാണ് പൈപ്പുകൾ ഇവിടെ കൊണ്ടുവന്നിട്ടത്. എന്നാൽ 1.5 വർഷം കഴിഞ്ഞിട്ടും പൈപ്പുകൾ സ്ഥാപിക്കാൻ സാധിച്ചില്ല. ജലജീവൻ മിഷന്റെ പ്രോഗ്രാമായി ബന്ധപ്പെട്ട് എത്രയും പെട്ടെന്ന് PWD സാങ്ഷൻ കിട്ടിയാൽ ഇത് ഇടും എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ 1.5 കൊല്ലമായിട്ട് PWD ഈ റോഡിൽ ഇട്ടിട്ടുമില്ല. ജലജീവൻ മിഷൻ പഞ്ചായത്തിൽ നിന്ന് ഇട്ടെറിഞ്ഞു പോയ ഒരു സ്റ്റേറ്റിൽ നിന്ന് തന്നെ പോയതിൻ്റെ ഒരു ഇതാണ്. പൈപ്പുകൾ റോഡിലേക്ക് തെന്നി മാറാതിരിക്കാൻ ചെറിയ കല്ലുകൾ കൊണ്ടാണ് തട വച്ചിരിക്കുന്നത്. ഇതിനോടകം നിരവധി അപകടങ്ങൾ ഇവിടെയുണ്ടായി. രാത്രികാലങ്ങളിൽ ഇതിലെയുള്ള സഞ്ചാരം ഇപ്പോൾ വലിയ ഭീതിയും ഉണ്ടാക്കുന്നുണ്ട്. ജലജീവൻ പദ്ധതിയാണ്, എന്നാൽ ഇത് ജനങ്ങളുടെ ജീവൻ എടുക്കുമോ എന്നാണ് ഇപ്പോൾ ഇവിടെയുള്ള നാട്ടുകാർ ചോദിക്കുന്നത്. അടിയന്തരമായ നടപടി അതുകൊണ്ട് തന്നെ ആവശ്യമാണ്. കോട്ടയത്ത് നിന്ന് സജീവ് എൻ.എസിനൊപ്പം ടോബി ജോൺസൺ, 24. പൊതുജനം കഴുതയല്ല സാർ. ഇനി ഈ കാര്യത്തിൽ ജനങ്ങളുടെ പ്രതികരണങ്ങൾ നോക്കാം. ഇതിനോടകം തന്നെ ഈ മേഖലയിൽ ഒരുപാട് അപകടങ്ങൾ തുടക്കത്തിയാകുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. അവർ നമ്മുടെ മൈക്രോഫോണിലൂടെ പറഞ്ഞ കാര്യങ്ങൾ. വണ്ടി വരുന്നുണ്ട്, സൈഡില്ല. അതാണ് ഏറ്റവും വലിയ മെയിൻ കാര്യം എന്ന് പറയുന്നത്. വണ്ടി ഒതുക്കാൻ പറ്റാത്തൊരു പക്ഷം ഇത് കണ്ടമാനം വണ്ടി വരവുമായി ഇതുവഴിയുള്ളത്. എത്രയും പെട്ടെന്ന് മാറ്റണമെന്നുള്ളത് ഞങ്ങളുടെ ആവശ്യം. രാത്രിയിൽ ഈ കറുത്ത പൈപ്പായതുകൊണ്ട് കാണാൻ പറ്റത്തില്ല. ഈ 2 വീലർ വരുമ്പോൾ അതിൻ്റെതായ വെട്ടക്കുറവുണ്ടല്ലോ. അപ്പം എതിരെ ഒരു വണ്ടി വരുമ്പോഴത്തേക്ക് ഈ സാധനം കാണാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. ഭയങ്കര ബുദ്ധിമുട്ടാണ് ഓടിക്കാനായിട്ട്. ഇത് ഇപ്പം മറിഞ്ഞ് വീഴുമെന്നുള്ളൊരു ഇതിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. നമ്മൾ ഇപ്പം തന്നെ കണ്ടല്ലോ, ചെറിയ കല്ല ഇതിന് അട വെച്ചിരിക്കുന്നത്. അത് ബൈക്കാർക്ക് ഏറ്റവും കൂടുതൽ ഇത് വലിയ വണ്ടി വന്നു കഴിയുമ്പോൾ തന്നെ നമുക്കൊന്നും ഒതുക്കാനും സൗകര്യമില്ല. കംപ്ലൈൻറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്, സമരങ്ങളൊക്കെ നടത്തിയതാണ്. പക്ഷേ ഇപ്പോൾ ഇനിയിപ്പോൾ മഴക്കാലം വരുന്നു, സ്കൂള് തുറക്കുന്നു, ഒരു വല്ലാത്തൊരവസ്ഥയിലായിപ്പം. ഒരു ക്വാറി ജനജീവിതം ദുസ്സഹമാക്കിക്കൊണ്ടിരിക്കുന്ന പാലക്കാട് പല്ലശ്ശനയിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. പതിറ്റാണ്ടുകളായി പ്രവർത്തിക്കുന്ന ക്വാറിയിൽ ഇപ്പോൾ കല്ല് പൊട്ടിക്കുന്നത് ദൂരപരിധി ലംഘിച്ചുകൊണ്ടാണെന്ന് പ്രദേശവാസികൾ പരാതി പറയുന്നു. പുതിയ വീടുകൾക്കടക്കം വിള്ളലേൽക്കുന്നത് പതിവായിരിക്കുന്നു. പലരുടെയും തലയിലേക്ക് കല്ലുകൾ വന്ന് വീഴാൻ തുടങ്ങിയിട്ടും ക്വാറിക്ക് അനുമതി കൊടുത്തവർക്ക് യാതൊരു കുലുക്കവുമില്ല. അവർ മൗനവ്രതത്തിലാണ്. ഒരു ക്വാറി എങ്ങനെയൊക്കെയാണ് ജനജീവിതം ദുസ്സഹമാക്കി മാറ്റുന്നതെന്ന് കാണാൻ പാലക്കാട് പല്ലശ്ശനയിലേക്ക് വരണം. പലകുറി ക്ഷമിച്ച് സഹിച്ചു നിന്ന നാട്ടുകാർ ഇന്ന് ഒറ്റക്കെട്ടായി നിന്ന് ഈ ക്വാറിക്കെതിരെ പോരാടുകയാണ്. ഇപ്പം എൻ്റെ വീട് പണി കഴിഞ്ഞ സമയത്ത് തന്നെ തുടക്കം വിള്ളൽ വരാൻ തുടങ്ങി. അപ്പോൾ ഒരു വീട് പണി കഴിയുമ്പോഴേക്കും തുടക്കത്തിൽ തന്നെ ഇത്രയും വിള്ളൽ പ്രതീക്ഷിക്കില്ലല്ലോ ആരും. അപ്പോൾ ഇത്രയും വന്നപ്പോൾ എനിക്കിവിടെ ക്വാറിയുള്ളത് അറിയില്ലായിരുന്നു. ഡെയിലി പൊട്ടും, മക്കൾ ഞെട്ടിയണേക്കും, കമ്പികളൊക്കെ കിടന്ന് കുലുങ്ങാറുണ്ട്. ഇടയ്ക്കിടെ ക്വാറിയിൽ നിന്നുണ്ടാകുന്ന പേടിപ്പിക്കുന്ന ശബ്ദങ്ങൾ, ഏതു നിമിഷവും തലയിലേക്ക് വന്നു പതിക്കാവുന്ന കല്ലുകൾ, കുഴൽക്കിണറിൽ പോലും വെള്ളമില്ലാത്ത അവസ്ഥ. കഴിഞ്ഞ കുറെ നാളുകളായി പല്ലശ്ശന പഞ്ചായത്തിലെ നിവാസികൾ നേരിടുന്ന പ്രതിസന്ധികളാണിത്. ക്വാറി ദൂരപരിധി ലംഘിക്കാൻ തുടങ്ങിയതോടെ
ലക്ഷം വീട് കോളനി, ചാമപ്പറമ്പ്, തോട്ടേങ്ങരക്കളം ഭാഗങ്ങളിലെ കുടുംബങ്ങൾക്കാണ് ഈ ദുരവസ്ഥ. ഞങ്ങളുടെ അവിടെ തന്നെ വലിയ വലിയ ബിൽഡിങ്സ് ഉണ്ട്, അതൊന്നും ഇതുവരെ ഒരു കുലുക്കവും സംഭവിച്ചിട്ടില്ല. പിന്നെയല്ലേ നിങ്ങളുടെ ഈ വീട് പൊട്ടണത് എന്നൊക്കെ എൻ്റെ അടുത്ത് ഡയലോഗ് അടിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു. കൂടുതൽ മരുന്ന് വെച്ച് പൊട്ടിക്കുക എന്നല്ലാണ്ട് അതിലൊരു കുറവും സംഭവിച്ചിട്ടില്ല. പരാതികൾ മൂടിവെക്കാൻ ക്വാറി അധികൃതർ പണം വാഗ്ദാനം ചെയ്തെന്നാണ് പ്രദേശവാസികളിൽ ചിലർ പറയുന്നത്. തങ്ങൾക്ക് വേണ്ടത് പണമല്ല, ജീവനാണ് എന്നതാണ് ഇവരുടെ മറുപടി. അവര് പൈസ തരാന്നാ പറയുന്നത്. ഞങ്ങൾക്ക് 1 രൂപ അവരുടെ വേണ്ട. 1 രൂപ ഞങ്ങൾക്ക് പൈസ ആയിട്ട് വേണ്ട, ഞങ്ങൾക്ക് ജീവനാണ് വേണത്. അല്ലാണ്ട് അവരുടെ 1 രൂപയായിട്ട് തരാം. പല ആൾക്കാർ, പാർട്ടിക്കാർ സകലവരും വീട്ടിൽ വരുന്നുണ്ട്. തരേണ്ട മരുന്ന് പൈസ തരാൻ നിങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് ഒതുങ്ങിയും പറഞ്ഞിട്ട് 1 രൂപ ഞങ്ങൾക്ക് വേണ്ട. ക്വാറി പ്രവർത്തനം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ കളക്ടർ, ജിയോളജി വകുപ്പ്, പഞ്ചായത്ത് അധികൃതർ എന്നിവർക്ക് ഇതിനോടകം പരാതി നൽകിയിട്ടുണ്ട്. ഇത്രയേറെ പരാതികൾ കിട്ടിയിട്ടും എന്തുകൊണ്ട് ക്വാറിക്കെതിരെ നടപടിയെടുക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ ചോദ്യം. എന്തായാലും ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധങ്ങൾ വരും ദിവസങ്ങളിൽ സംഘടിപ്പിക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം. രാജീവ് സുദേവനൊപ്പം പലശനയിൽ നിന്ന് നിഖിൽ പ്രമേഷ്, 24. പൊതുജനം കഴുതയല്ല സാർ. ഈ ഒരു ക്വാറി ജനങ്ങളിൽ കുറച്ച് പേടിയുണ്ടാക്കിയിട്ടുണ്ട് എന്നത് നേരാണ്. അവർ അതിനെക്കുറിച്ച് തന്നെയാണ് നമ്മോട് സംസാരിച്ചതും. ഞങ്ങൾ ജനിച്ച് വളർന്ന ഒരു നാടാണത്. ഇവർ കുറച്ച് കാശ് കൊണ്ട് വന്നു ഈ സ്ഥലം വാങ്ങി ഇമ്മാരി പൊട്ടിക്കാൻ നമ്മൾ ആരും അറിഞ്ഞിട്ടില്ല. ഞങ്ങൾ ഇന്നലെ ഞാൻ നോക്കുമ്പോഴാണ് ഇമ്മാരി ഉള്ള കുഴിയും താത്തി. പിന്നെ അവർ പറയുക 1 മണിക്കൂർ പൊട്ടിക്കുള്ളൂ, 2 മണിക്കൂർ പൊട്ടിക്കുള്ളൂ എന്ന് പറയുന്നത്. ചെറിയ കുട്ടികളുണ്ട്, അവരുടെ ജീവൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. ഈ നിലയ്ക്ക് പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല. വീട്ടിൽ ചെറിയ കുട്ടി കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കല്ല് വന്ന് വീണ മുറ്റത്ത്. അത്രയും പെട്ടെന്ന് കോരി നിർത്തണം. അത് ഞങ്ങൾക്ക് പറയാനുള്ളൂ. ഇല്ല ഞങ്ങളുടെ വീട് മൊത്തം വീണ്ടും പൊളിഞ്ഞ് നിൽക്കുകയാണ്. കുടിവെള്ളമില്ല. ഈ സ്ഥലം താന്നതിൻ്റെ ശേഷം ഒരുപാട് ആൾക്കാർക്ക് ദ്രോഹങ്ങളുമുണ്ട്. അവർക്ക് ലൈസൻസ് ഉള്ളത് കൊണ്ട് അവർ പൊട്ടിക്കുന്നു. പക്ഷെ ഞങ്ങൾ പറയുമ്പോൾ അവർ മനസ്സിലാകുന്നില്ല. ഞങ്ങൾക്ക് ജീവൻ വേണം, ഞങ്ങളുടെ കുടുംബങ്ങൾ നിലനിൽക്കണം. താഴെ കിടക്കുന്നത് നിലമടക്കം മുണ്ട് പൊളിഞ്ഞിട്ടുണ്ട്, മതിലും എല്ലാം ഉണ്ട്. കുട്ടി ഉച്ചയ്ക്ക് അവിടെ ഭക്ഷണം കഴിച്ചിരിക്കുമ്പോഴാണ് കല്ല് പൊട്ടിയിട്ട് സീറ്റിൽ കല്ല് വീണിട്ട് അയ്യോ പറഞ്ഞിട്ട് വിളിച്ച് വെളിയിലേക്ക് ഓടിക്കൊണ്ട് വന്നത്. ഞങ്ങളുടെ ഇരിക്കാൻ പറ്റുന്നില്ല. ഇവിടെ കല്ല് പൊട്ടിക്കൽ നിർത്തലാക്കണം, അത്രേ പറയാനുള്ളൂ. ഇവിടെ കല്ല് വീണിട്ട് ഞങ്ങൾക്ക് കുറേ ആയി. ഒരിക്കൽ ഇതുപോലെ കളക്ടറൊക്കെ കൊടുത്തതാണ്, എന്നിട്ടും ഒന്നും ഇതായില്ല. ഞങ്ങൾക്ക് ക്വാറി ഫുൾ ലൈസൻസും എല്ലാം ഉള്ളതാണ്. അതിൻ്റെ നിലവിലെ പ്രശ്നം പറഞ്ഞാൽ ഈ പൊട്ടിക്കുന്നത് ഒരുപാട് വീടുകളിലേക്ക് കല്ലുകൾ തെറിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനൊരു പരിഹാരം മാത്രം, ഞങ്ങളുടെ ജീവനും സ്വത്തിനും മാത്രം സംരക്ഷണം തരണം, അത്ര മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ ആഗ്രഹം. പക്ഷേ ഞങ്ങൾക്ക് ഒന്നും പറയാൻ ആരുമില്ല. ഞങ്ങൾ പറഞ്ഞത് പൊട്ടിച്ചതിന് കുഴപ്പമില്ല, ഞങ്ങൾ പൊട്ടിച്ചതാരും എതിർത്തൊന്നുമില്ല. ജീവന് വല്ലതും വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഈ നാട്ടുകാരുടെ ഭീതി അകറ്റാൻ അധികാരികൾ ഇടപെടണമെന്നാണ് 24 പറയാനുള്ളത്. ഷാജി പൊയ്കൽ പറയുന്ന ചാരംമൂട്ടിലെ ഈ ഭക്ഷണ അലമാരയുടെ കാര്യം, അതിനകത്ത് ചെറിയ ഒരു മാറ്റമുണ്ട്. ഞാൻ വായിച്ചതിൽ ശരിക്കും സിനുഖാനുമായി ബന്ധപ്പെടണം എന്ന് പറഞ്ഞത്, ആ ഭക്ഷണശാല ഇപ്പോൾ വളരെ ബുദ്ധിമുട്ടിലാണ് മുന്നോട്ട് പോകുന്നത്. കാര്യം ഭക്ഷണം ഒരുക്കാനുള്ള പണപരമായ പ്രശ്നമായിരിക്കാം. അങ്ങനെ ആരെങ്കിലും ഭക്ഷണം നൽകാൻ തയ്യാറുണ്ടെങ്കിൽ സിനുഖാനുമായി ബന്ധപ്പെടണമെന്നാണ് ഷാജി പൊയ്കൽ പറയുന്നത്. പ്രതികരണ വേദി എൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ആലുവ വീണ്ടും ചരിത്രം ആവർത്തിക്കുന്നു. ആലുവയിൽ അതിഥി തൊഴിലാളിയുടെ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി. ആലുവ എടയപ്പുറത്ത് നിന്ന് 1 മണിക്കൂർ മുമ്പാണ് 12-കാരിയെ തട്ടിക്കൊണ്ടുപോയത്. ആലുവ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് ശ്യാംകുമാർ ടെലിഫോണിൽ ചേരുന്നു. ശ്യാം, ഈ ആലുവയിൽ എന്നും ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങളാണല്ലോ, എന്താണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള തട്ടിക്കൊണ്ടുപോകലിൻ്റെ വിവരം? SKN 1 മണിക്കൂർ മുമ്പാണ് ഈ 12 വയസ്സുകാരിയായ ഇതര സംസ്ഥാന കുടുംബത്തിലെ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത്. കഴിഞ്ഞ തവണ SKN പറഞ്ഞ പോലെ തന്നെ ഒരു പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ക്രൂരമായി ഉപദ്രവിച്ച സംഭവം ഉണ്ടായതിന് തൊട്ടടുത്ത സ്ഥലത്ത് തന്നെയാണ് ഈ കേസും ഉണ്ടായിരിക്കുന്നത്. അവിടെ നിന്നാണ് ഈ കുട്ടിയെ കാണാതായത്. രക്ഷിതാക്കളുടെ മറ്റും പരാതിയിലാണ് പോലീസ് വിവരം അറിയുന്നത്. ഇപ്പോൾ ആലുവ DYSPയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പല ഭാഗത്തായി കുട്ടിക്ക് വേണ്ടിയുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മറ്റൊരു ഇതര സംസ്ഥാന തൊഴിലാളി തന്നെയാണ് ഈ കുട്ടിയെ കടത്തിക്കൊണ്ടുപോയത് എന്നുള്ള ഒരു വിവരവും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇത് സ്ഥിരീകരിച്ചിട്ടില്ല, പക്ഷേ കുട്ടിക്ക് വേണ്ടിയുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കുട്ടിയെ വീട്ടിൽ നിന്നും കാണാതായി, ഒരാൾ കടത്തിക്കൊണ്ടുപോയി എന്നുള്ള വിവരം പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. ഏതായാലും ആലുവ എടയപ്പുറത്ത് നിന്നാണ് കുട്ടിയെ കാണാതായിരിക്കുന്നത്. പോലീസ് പല സ്ഥലത്ത് പലർക്കും നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. കുട്ടിയുമായി അസ്വാഭാവികമായി ആരെ കണ്ടാലും അവരെ പോലീസിൽ അറിയിക്കണം എന്നുള്ളൊരു നിർദ്ദേശവും പോലീസ് നൽകിയിട്ടുണ്ട്. പോലീസ് അന്വേഷണം ഊർജിതമാണ്. ഓക്കെ, താങ്ക് യു ശ്യാംകുമാർ. എത്രയും പെട്ടെന്ന് ഈ കുട്ടിയെ കണ്ടുപിടിക്കാൻ പോലീസ് സംവിധാനത്തിന് കഴിയട്ടെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.